എനിക്ക് പരിചയമുള്ള ഒരു ആൻറ്റി, ഒരു 50 അടുപ്പിച്ച് പ്രായമുണ്ടാവും. ഇപ്പോഴും സ്കിൻ കെയർ ഒക്കെ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരാളാണ്. വളരെ ഹെൽത്തി സ്കിന്നായിട്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ ഞങ്ങൾ കണ്ട സമയത്ത് ആൻറ്റി വളരെ വിഷമത്തോടെ പറയുകയാണ്, മുഖത്തെ സ്കിന്നിന് വലിയ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ കഴുത്ത് വല്ലാണ്ട് ചുളിഞ്ഞു വരുന്നു, കഴുത്തിൽ വല്ലാണ്ട് റിങ്കിൾസ് വരുന്നു, ഈ അടുത്തിടെയായിട്ട് അങ്ങനെ കാണുന്നു എന്ന് ആൻറ്റി വളരെ വിഷമത്തോടെ പറഞ്ഞു. അപ്പം ഞങ്ങൾ സംസാരിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത്, ആൻറ്റി പല പ്രോഡക്റ്റുകളും മുഖത്ത് അപ്ലൈ ചെയ്യാറുണ്ട്, നല്ല സ്കിൻ കെയറും കാര്യങ്ങളും എല്ലാം ചെയ്യാറുണ്ട്, പക്ഷേ കഴുത്തിൽ മാത്രം ഇതൊന്നും ചെയ്യാറില്ല. അവിടെയാണ് കഴുത്തിലുണ്ടാകുന്ന ചുളിവുകളുടെ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത്. നമ്മുടെ മുഖത്തിന് നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ അത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മുടെ കഴുത്തിനുമുണ്ട്. അപ്പോൾ ഇത്തരം കഴുത്തിലെ ചുളിവുകൾ മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന റെമഡി നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കഴുത്തിലെ ചുളിവുകൾ നിങ്ങൾക്കൊരു പ്രശ്നമേ അല്ലാതാകും. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഐ എം കുക്കു, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പലപ്പോഴും ഈ പ്രായത്തിൻ്റെ ഒരു സൈൻ കാണിച്ചു തുടങ്ങുന്നത് ഒന്ന് നമ്മുടെ കൺതടങ്ങളിലും രണ്ട് നമ്മളുടെ കഴുത്തിലുമാണ്. അതുകൊണ്ട് തന്നെ മുഖത്തിനോളം പ്രാധാന്യം നമ്മൾ കഴുത്തിലും നൽകേണ്ടതായിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ കഴുത്തിലെ ചുളിവുകൾക്ക് ഞാൻ മുമ്പേ പറഞ്ഞത് ഒരു കാരണമാണ്. അതിനോടനുബന്ധിച്ച് മറ്റ് പല കാരണങ്ങളുമുണ്ട്. ഒന്ന്, പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലെ കൊളാജിൻ പ്രൊഡക്ഷൻ കുറയുന്നതും ഇലാസ്റ്റിസിറ്റി കുറയുന്നതുമൊക്കെ കഴുത്തിലെ ചുളിവുകൾ വരാനുള്ള കാരണമാണ്. രണ്ടാമത്തേത് സൺ ഡാമേജ് ആണ്. അമിതമായി സൂര്യപ്രകാശം ഏൽക്കുന്നതും നമ്മുടെ സ്കിന്ന് ഇതുപോലെ റിങ്കിൾസ് വീഴാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ മൊബൈൽ ഫോണിൻ്റെ ഇപ്പോഴത്തെ അമിതമായിട്ടുള്ള ഉപയോഗവും നമ്മുടെ കഴുത്തിന് ചുളിവുകൾക്കൊരു കാരണമാകും. കാരണം നമ്മളിങ്ങനെ കുനിഞ്ഞിരുന്നല്ലേ മൊബൈൽ നോക്കുന്നത്. അപ്പം നമ്മളുടെ ഈ കഴുത്ത് ചുളിയുവാനും അവിടെ പിന്നീടൊരു റിങ്കിൾസ് രൂപപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ജെനറ്റിക്സ് ആണ്. ചിലർക്ക് ജന്മന ഇലാസ്റ്റിസിറ്റി കുറവായിരിക്കും. അങ്ങനെയുള്ളവർക്ക് കഴുത്തിലും മുഖത്തും ഒക്കെ പെട്ടെന്ന് ചുളിവുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ ഒന്നാണ് ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണം. ശരീരത്തിൽ ജലാംശത്തിൻ്റെ അളവ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ സ്കിന്ന് വലിയാനും ചുളിയുവാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല്, പുകവലി, മദ്യപാനം, ഇതൊക്കെ ചർമ്മം ചുളിയാനുള്ള സാധ്യതകളാണ്. പിന്നെ അതുപോലെ കണ്ടുവരുന്ന ഒന്നാണ് പെട്ടെന്ന് ശരീരഭാരം കുറയ്ക്കുമ്പോൾ കഴുത്ത് ചുളിയുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് കഴുത്തിൽ ചുളിവുകൾ വരാൻ കാരണമായ ഘടകങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങൾ എന്തൊക്കെ തന്നെയാണെങ്കിലും നിങ്ങളുടെ കഴുത്തിൽ ഇപ്പോൾ ഉണ്ടായേക്കുന്ന ചുളിവുകൾ മാറ്റുവാനായിട്ട് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്ന റെമഡി നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആവശ്യം നമുക്കൊരു 3 ഇൻഗ്രീഡിയൻസ് ആണ്. അതിൽ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഫ്ലാക്സ് സീഡാണ്. ചണവിത്തെന്ന് പറയും. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലും ഓൺലൈനിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഫ്ലാക്സീഡിൻ്റെ ജെല്ലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ ഫ്ലാക്സീഡ് ജെല്ല് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ 2 ടീസ്പൂൺ ഫ്ലാക്സീഡ് എടുക്കുക. അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ചൂടാക്കുക. ചൂടായി കഴിഞ്ഞ് ഒന്ന് ആറി വരുമ്പോഴത്തേനും അത് അരിച്ച് അതിൻ്റെ ജെല്ല് നമുക്ക് എടുക്കാവുന്നതാണ്. ഈ ജെല്ല് നമുക്കൊരു 2-3 ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഫ്ലാക്സീഡ് ജെല്ലാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത്. ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് ഈ ഫ്ലാക്സീഡ് ജെല്ലെന്ന് പറയുന്നത്. ഫ്ലാക്സീഡിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ട്, ആന്റി ഓക്സിഡന്റ് ആണ്. സോ കൊളാജിൻ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുവാനും ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ കുറയ്ക്കുവാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഫ്ലാക്സീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ പാക്കിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഫ്ലാക്സീഡ് ആണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ്. അതും ഈസിലി അവൈലബിൾ ആണ്. എല്ലാ മെഡിക്കൽ സ്റ്റോറിലും നമുക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ. അതും ഇതിന് വേണ്ടി ആവശ്യമാണ്. വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനും ഹെയറിനുമൊക്കെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു വൈറ്റമിൻ ആണ്. പ്രത്യേകിച്ച് ഏജിങ് സ്കിന്നിനും ഡ്രൈ സ്കിന്നിനുമൊക്കെ ഇത് വളരെ ആവശ്യമാണ്. ഒരു ആന്റി ഏജിങ് ഏജന്റ് ആയിട്ട് വൈറ്റമിൻ ഇ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനകത്തെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ആണ്. മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഫ്രാങ്കിൻസെൻസ് ഓയിലാണ്. ഓയിലുകളുടെ കൂട്ടത്തിലെ ഒരു രാജാവാണ് ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഇതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനും പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്, അതുപോലെ കൊളാജിൻ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഫ്രാങ്കിൻസെൻസ് ഓയിൽ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ റെമഡിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഫ്രാങ്കിൻസെൻസ് ഓയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളുടെ ഇതിനു വേണ്ടി ആവശ്യമായിട്ടുള്ളത്. ആദ്യത്തേത് ഫ്ലാക്സീഡ് ജെല്ലാണ്, രണ്ടാമത്തേത് വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ്, മൂന്നാമത്തേത് ഫ്രാങ്കിൻസെൻസ് ഓയിലാണ്.
അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ഫ്ലാക്സീഡ് ജെല്ല് 1 ടീസ്പൂൺ എടുക്കുക. അതിലേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂളും കൂടെ ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ ഈ ഫ്രാങ്കിൻസൻസ് ഓയിലും കൂടെ ഒരു 2-3 ഡ്രോപ്സ് കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കഴുത്തിൽ നന്നായി നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ രാവിലെ കിച്ചണിൽ കയറുന്ന സമയത്ത് ഇതൊന്ന് എടുത്ത് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ജോലിയും കാര്യങ്ങളും ഒക്കെ ചെയ്യുക. കുറച്ച് കഴിയുമ്പോൾ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ കഴിയുമ്പോഴത്തേനും നിങ്ങളത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയാവും. വളരെ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്. നമുക്കൊരു 2-3 ദിവസം ഈ ഫ്ലാക്സീഡ് ജെല്ല് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കാനും സാധിക്കും. വലിയ ചിലവില്ലാത്ത കാര്യവുമാണ്. പിന്നെ ഈ ഫ്രാങ്കിൻസൻസ് ഓയിൽ എവിടെ കിട്ടുമെന്ന് പലരും എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, കമൻറ്റ് ചെയ്തിരുന്നു. ഇത് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ പറഞ്ഞ റെമഡി നിങ്ങളുടെ കഴുത്തിലെ ചുളിവുകളാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. എല്ലാ ദിവസവും നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യണം. ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല. ഇത് എല്ലാ ദിവസവും ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ കഴുത്തിലെ ചുളിവുകൾ മാറാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു റെമഡിയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഏത് പ്രോഡക്റ്റ് മുഖത്ത് അപ്ലൈ ചെയ്താലും അത് നമ്മുടെ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. അത് ഏത് സ്കിൻ കെയർ പ്രോഡക്റ്റുകളാണെങ്കിലും മുഖത്തും കഴുത്തിലും നമ്മൾ അപ്ലൈ ചെയ്യണം. അതുപോലെ പുറത്തേക്ക് പോകുമ്പോൾ സൺസ്ക്രീൻ മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് നമ്മുടെ ശരീരം കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കുക. നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക. കൊളാജൻ പ്രൊഡക്ഷനൊക്കെ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക. എപ്പോഴും നല്ലപോലെ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. സ്കിന്ന് വരണ്ടു പോകുന്നതാണ് പലപ്പോഴും ഈ ചുളിവുകൾക്കൊക്കെ കാരണമാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ചില ശീലങ്ങൾ കൂടി ഇത്തരത്തിൽ മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടെ നിങ്ങളുടെ ഓർമ്മയിലൊന്ന് ഉണ്ടാവുക. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെയും നമ്മളുടെ സ്കിന്നിനെയും ഒക്കെ നല്ല രീതിയിൽ സംരക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ടും സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒട്ടും വൈകിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തു നോക്കുക. എല്ലാത്തിനും പരിഹാരങ്ങളുണ്ട്. അപ്പം ഈ റിങ്കിൾസ് ഒക്കെ ഓർത്ത് വിഷമിക്കുന്നവരാണെങ്കിൽ ഇതൊരു നല്ല റെമഡി ആയിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.